Anand Group of Companies. ഈ ഫോട്ടോയിലെ കണ്ണുകളോട് എന്തിനാ ആനന്ദിന് ഇത്ര ഇഷ്ടം? ആരുടെയോ വൃത്തികെട്ട കണ്ണുകൾ. ഛീ! നോക്കിക്കോടി, നിന്നെ ഞാൻ കണ്ടെത്തും ഒരിക്കൽ. കണ്ടെത്തി നശിപ്പിക്കും ഞാൻ. എങ്കിലേ ഈ പ്രിയങ്കയുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. മനസ്സമാധാനം. ഇവിടെ നിന്ന് ഉടനെ അവനെ മാറ്റണം, വേഗം. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടൊന്ന് ടോർച്ചർ ചെയ്യുന്നത്? ഉണ്ടായിടാ, കിടന്ന് ബേളുണ്ടെങ്കിൽ ഒന്ന് കടലിൽ തള്ളും. ആ, വേഗം ആവട്ടെ. നടക്ക്. ആനന്ദ് സാർ, അങ്ങോട്ട് ഒളിപ്പിക്കും. കലിപ്പാണല്ലോ. അവര് പറഞ്ഞതുപോലെ ആളെത്തി. ഇവനെ അങ്ങ് തീർത്തേക്കട്ടെ. വേണ്ട, മെനക്കെടണ്ട, വിട്ടുകള.
അനിയൻകുട്ടാ, അനിയൻകുട്ടാ, മോനെ, മോനെ, മോളെ. അനിയൻകുട്ടനെ നീ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു കേട്ടോ? ഇല്ലല്ലോ അച്ഛാ. എന്തു പറ്റി? അവൻ വീട്ടിലില്ലേ? കുറച്ചു നേരമായി അവനെ കാണാനില്ല. വീട്ടിലെല്ലാം നോക്കിയോ അച്ഛൻ? സ്കൂൾ അടച്ചപ്പോ മുതല് അവന് പിള്ളേരുമായിട്ടൊരു ക്രിക്കറ്റ് കളിയുണ്ട്, അവിടെ കാണും ചിലപ്പോ. വീട്ടിൽ അവൻ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തൊക്കെ നോക്കി. അവനിന്ന് കളിക്കാൻ ചെന്നിട്ടില്ല എന്നാ പിള്ളേർ പറയുന്നത്. എനിക്ക് പേടിയായിരുന്നു മോളെ. ഹ, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും അച്ഛാ. വാ നമുക്ക് നോക്കാം. അനിയൻകുട്ടാ, 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 മോനെ. അനിയൻകുട്ടാ, ഈ ചെറുക്കൻ എവിടെ പോയി കിടക്കണാവോ? ആ, നീ എവിടെ പോയി നോക്കിയേ? അനിയൻകുട്ടാ, അനിയൻകുട്ടാ, മോനെ, അനിയൻകുട്ടാ, 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 മോനെ. മോനെ. മോനെ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അച്ഛാ. ഛേ, ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കാന്നറിയില്ലോ. ഇനി ഒരു പക്ഷെ രാജീവിനെ തിരക്കി അവന് പോയി കാണുമോ? ഏയ്, അവൻ എങ്ങനെ പോവച്ചാ? അച്ഛൻ എന്തൊക്കെയായി പറയണേ? അതല്ല, ഇനി അനിയൻ കുഞ്ഞും വലിയ കുഞ്ഞും പോയപ്പോ ഇനി അവനും കൂടി അവരോട് പോയി കാണുമെന്നാ. ഏയ് ഇല്ലില്ല, അവന് അതിനുള്ള ബോധമൊന്നുമില്ല. അച്ഛൻ വാ, നമുക്ക് ആ സെക്യൂരിറ്റിയോടൊന്ന് ചോദിക്കാം. ഉം. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അനിയൻകുട്ടിനെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ല. അവൻ പുറത്തോട്ട് എങ്ങനെ പോകുന്ന കണ്ടായിരുന്നോ? ഏയ് ഇല്ല, ആനന്ദ് സാറും അരവിന്ദ് സാറും പുറത്തേക്ക് പോകുന്നുണ്ട്. വേറെ ആരും. ഒന്ന് ഓർത്തു നോക്കിയേ ഗോപി, വണ്ടിയിൽ അവരെ കൂടെ അനിയൻ കൂട്ടനുണ്ടായിരുന്നോ? ഇല്ല ദാസേട്ടാ, ഞാൻ രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ, കുറച്ചു മുമ്പ് ആ വിലാസിനി മേഡം പുറത്തേക്ക് പോകുന്നുണ്ട്. കൂടെ ആ ജയന്തി മേഡം ഉണ്ടായിരുന്നു. അല്ലാതെ അനിയൻകുട്ടനെ ഇന്ന് ഞാൻ കണ്ടതേ ഇല്ല. ദാസേട്ടന് അകത്തേക്കൊന്ന് നന്നായിട്ട് നോക്ക്. അവൻ എവിടെ പോവാനാ? അവിടെ എവിടെയെങ്കിലും കളിച്ചോണ്ട് പോയിണ്ടാവും. അച്ഛാ, നമുക്കൊന്നിട്ട് വീട്ടിൽ തന്നെ നോക്കാം. വാ. ഇറങ്ങി വാടാ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നിക്കടാ അവിടെ, നിക്കാൻ നിക്കടാ അവിടെ.
മോളെ നീ ചുറ്റുമൊന്ന് കറങ്ങി നോക്ക്, ഞാൻ അകത്ത് നോക്കട്ടെ. അനിയൻകുട്ടാ, 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 മോനെ അനിയൻകുട്ടാ. അനിയൻകുട്ടാ, 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 അനിയൻകുട്ടാ. അനിയൻകുട്ടാ, അനിയൻകുട്ടാ, വെളിയിൽ നിന്നപ്പോ അകത്തെന്തോ ഒരു ശബ്ദം കേട്ടതാ. ഇപ്പൊ ഒരനുക്കം കേൾക്കുന്നുമില്ല. ചിലപ്പോ തോന്നിയതായിരിക്കോ? അനിയൻകുട്ടാ, എന്താ രാജീവേ, എന്തു പറ്റി? മാഡം, കല്യാണ മണ്ഡപത്തിൽ നിന്ന് എന്നെ കുറെ പേര് തട്ടിക്കൊണ്ടുപോയി. ഞാനിപ്പോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക. ഓ റിലാക്സ്, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അതാ രാജീവിനെ തിരക്കി ഇതിലേ തന്നെ വന്നത്. ജയന്തി,
ദാ, ആദ്യം ഈ വെള്ളം കുടിക്കും. മാഡം, എനിക്ക് ഉടനെ എല്ലാം അഖില മാഡത്തിനോട് പറയണം. പെട്ടെന്ന് തന്നെ അഖില മാഡത്തിന്റെ മുന്നിലെത്തിക്കേ പ്ലീസ്. വെയിറ്റ്. എല്ലാം തുറന്നു പറയുന്നത് നല്ല കാര്യം തന്നെയാ. പക്ഷേ അതിന് രാജീവിന് ജീവൻ ഉണ്ടായില്ലേ പറ്റൂ. എന്ന് പറഞ്ഞാ മാഡം എന്തായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതേ രാജീവേ, ഈ വിലാസിനി പറയുന്നത് സത്യമാ. അഖിലേച്ചി രാജീവിനെ കണ്ട ആ നിമിഷം കൊല്ലും. തോക്കുകൊടുത്ത് മുന്നിൽ വെച്ചിട്ട് നിന്നെ പിടിച്ചോണ്ട് വരാൻ മക്കളെ അയച്ചിരിക്കുക ആള്. അത് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ചെറുക്കൻ ഓടിപ്പോയതിനല്ല, ലോഗോയിൽ കല്യാണിയുടെ കണ്ണ് വെച്ചതിനാ. കാരണം ആ വിവരം അറിഞ്ഞ സമയം മുതൽ ആനന്ദ് കല്യാണിയെ പ്രേമിക്കാൻ തുടങ്ങി. ഏതെങ്കിലും അമ്മ സഹിക്കോ മോൻ വീട്ടിലെ ജോലിക്കാരിയെ കെട്ടാനായിട്ട്? ഏതായാലും നിനക്ക് തൃച്ചംബരത്ത് നിറതോക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഏതെങ്കിലും അമ്മ സഹിക്കോ മോൻ വീട്ടിലെ ജോലിക്കാരിയെ കെട്ടാനായിട്ട്? ഏതായാലും നിനക്ക് തൃച്ചംബരത്ത് നിറതോക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് നിന്റെ അവസാന. പിന്നെ മണ്ഡപത്തിൽ നിന്ന് നിന്നെ ആരോ തട്ടിക്കൊണ്ടു പോയെന്നല്ലേ പറഞ്ഞത്? അതാരാണെന്ന് അറിയോ നിനക്ക്? എന്തിനാണെന്നും അറിയില്ല. എന്നാ അറിയണം. അതിന്റെ പിന്നിൽ ഒരു പെണ്ണായിരുന്നു, നിനക്കറിയാവുന്ന ഒരു പെണ്ണ്. പെണ്ണോ? അതാരാ? സംശയിക്കണ്ട, അത് ഞാനല്ല. ആ പെണ്ണ് ദേ ഇവളാ, ഈ ജയന്തി. എന്നോട് എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? കല്യാണി കാരണമാ ആനന്ദേട്ടനുമായിട്ടുള്ള എന്റെ കല്യാണം മുടങ്ങിയത്. അതിനവൾക്ക് ഞാനൊരു പണി കൊടുക്കണം. അതാ അവളുടെ കല്യാണം മുടക്കാൻ രാജീവിനെ അങ്ങ് മാറ്റിക്കളയാൻ ഏർപ്പാടാക്കിയത്. അതാ ഇവള് ചെയ്തത്. ഏതായാലും പൂച്ചയെ പോലെ ഇരുന്നിട്ട് പുലിയുടെ പരിപാടി. ഈ കാര്യം അറിഞ്ഞ അഖിലേച്ചി ഇവളെയും കൊന്ന് കെട്ടിത്തൂക്കുന്നു ഉറപ്പാ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് തൃച്ചംബരത്തുനിന്ന് മുങ്ങിയിരിക്കുക. മൊത്തത്തിൽ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരുടെ ജീവനും അപകടത്തിലാണെന്ന് അർത്ഥം. അപ്പൊ പിന്നെ അഖിലാണ്ടേശ്വരിയുടെ തോക്കിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ രണ്ടുപേർക്ക് ഞാനൊരു വഴി പറഞ്ഞു തന്നാ സ്വീകരിക്കാൻ റെഡിയാണോ? എന്ത് പറയുന്നു?